ആവേശം. അപ്പോൾ ഞാൻ ഇന്നലെയാണ് കണ്ടത്. ഒന്നാമത് വിഷയമായതുകൊണ്ടും പിന്നെ ടിക്കറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഇത്ര ലേറ്റ് ആയത്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കാം. അപ്പോൾ പടത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ എല്ലാവരും ആവേശത്തിലാക്കിയ ഒരു പടമാണ് ആവേശം എന്ന് പറയുന്നത്. പടം നല്ലൊരു പടമാണ്, നൈസ് പടം. എനിക്ക് ഇപ്പം എൻ്റെ ഒപ്പീനിയനാണ് ഞാൻ പറയണത്. ഇപ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ടാണ് ഭയങ്കര ഓവറായിട്ടാണ് റിവ്യൂ പറയണത്. പക്ഷെ അത്ര ഓവറായിട്ട് പറയാനുള്ള റിവ്യൂകൾ പറയാനായിട്ടുള്ളൊരു പടമില്ല. പക്ഷേ ഇതൊരു നല്ല പടമാണ്, നൈസ് പടമാണ്. ഇപ്പോൾ മേക്കിങ്ങിൻ്റെ കാര്യത്തിലായാലും ഡിറക്ഷൻ്റെ ഭാഗത്തുനിന്നായാലും ഓൾറൗണ്ട് എല്ലാതും അടിപൊളിയായിട്ടുണ്ട്. ഇപ്പോൾ പെർഫോമൻസിൻ്റെ കാര്യം ഇപ്പോൾ എടുത്ത് പറയാനാണെങ്കിൽ ഇപ്പോൾ എല്ലാവരും നന്നായി അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഫഹദ് ഫാസിലിനെ ഇപ്പോൾ പറയേണ്ട ആവശ്യമില്ലേ, അഴിഞ്ഞാടിൻ്റെ പടത്തിൽ അഴിഞ്ഞാട്ടാണ് ആളുള്ളത്. പിന്നെ എന്ന് പറയുമ്പോൾ ഇപ്പോൾ സിനിമയിൽ കുറേ ക്യാരക്ടേഴ്സ് കൂടുതലാണ് ഈ പടത്തിൽ. അപ്പോൾ അവരെല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്കൊരു കുറ്റം പറയാനായിട്ട് പോലും ഈ പടത്തിലൊന്നുമില്ല. ഭയങ്കര എൻ്റർടൈനർ ആയിട്ടുള്ള പടമാണ്. തുടക്കം തൊട്ട് അവസാനം വരെ കോമഡികൾ മാത്രമാണ് ഈ പടത്തിലുള്ളത്. തുടക്കം ഭയങ്കര ലേസിയായിട്ട് നല്ല തമാശയിൽ ഇങ്ങനെ പോകും. അത് കഴിഞ്ഞ് ഇൻ്റർവെല്ലിന് ശേഷം കുറച്ച് ചെറുതാക്കിയിട്ട് ഇത്തിരി സീരിയസ്നെസ് കൊണ്ടുവരുന്നുണ്ട് പടത്തിൽ. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കരമായിട്ട് ഇരുത്തി പോണ സീനുകൾ കുറേ ഈ പടത്തിലുണ്ട്. അപ്പോൾ ഈ പടം എന്തായാലും ആർക്കും ബോറടിക്കുന്ന ഒരു പടമല്ല. ഇതൊരു ഫെസ്റ്റിവൽ മൂഡിൽ അല്ലെങ്കിൽ എൻ്റർടൈനറായിട്ട് ഇരുന്ന് കാണാൻ പറ്റണ അടിപൊളി പടമാണ്. അതെന്തായാലും നമുക്കൊരാളോട് പോയി ധൈര്യമായിട്ട് കണ്ടോളം പറയാൻ പറ്റുന്ന ഒരു പടം കൂടിയാണ് ഇത്. പക്ഷെ കൂടുതൽ ഹൈപ്പ് ഈ പടത്തിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആൾക്കാർ പല രീതിയിൽ എക്സ്പെക്റ്റ് ചെയ്യും ഈ പടം ഇങ്ങനെയാവുമെന്ന്. അങ്ങനെയാണ് പലരും റിവ്യൂ ചെയ്യണത്, റിവ്യൂ പറയണതും. അപ്പോൾ ആ ഒരു മൈൻഡിൽ ചെന്നിട്ട് ഭയങ്കരമായിട്ട് ഓവർ എക്സ്പെക്റ്റേഷനിൽ പോയിരുന്ന് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് എവിടേക്ക് എന്തൊക്കെയോ ഒരു തൃപ്തിക്കുറവ് വരാൻ തോന്നാം. പക്ഷേ എന്നിരുന്നാലും വളരെ നല്ല സിനിമയാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഈ സിനിമയുടെ ക്ലൈമാക്സ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ പ്രതീക്ഷയില്ല അങ്ങനത്തെ ഒരു സംഭവം, പക്ഷെ അത് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ക്ലൈമാക്സ് അടിപൊളി. ക്ലൈമാക്സോട് കൂടി ഭയങ്കരമായിട്ട് നമുക്ക് തൃപ്തിപ്പെടുന്ന രീതിയിലാണ് പടം പോണത് എന്ന് പറയുമ്പോൾ. പിന്നെ 3 പേരും അടിപൊളിയായിട്ട്, പിള്ളേർ 3 സെറ്റ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിലെനിക്ക് കൂടുതലും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ എന്ന് പറയുന്നത് ഇവനാണ്. ഇവൻ നല്ല രീതിയിൽ അവൻ്റെ ക്യാരക്ടർ അടിപൊളി ക്യാരക്ടറാണ്. അതിനനുസരിച്ചിട്ട് അവൻ നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. അവൻ്റെ അമ്മയും അതേപോലെ നന്നായിട്ടുണ്ട്. കോമഡി സീൻസൊക്കെ അടിപൊളിയാണ്. നമ്മൾ ചിരിക്കണ കുറേ സീനുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ ചെറിയൊരു തുമ്മിയ പോലും ചിരിക്കണ ആൾക്കാരാണെങ്കിൽ പോലും ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. കാരണം അമ്മാതിരി കുറേ ചിരിക്കാനുള്ള സംഭവങ്ങൾ അവർക്ക് കിട്ടും. ഞാൻ ഇതിൽ 1-2 സീനിൽ മാത്രമാണ് ചിരിച്ചിട്ടുള്ളത്. രോമാഞ്ചത്തിന് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ രോമാഞ്ചത്തിനേക്കാളും ചിരിപ്പാക്കായിട്ടുള്ളൊരു പടമാണ്. പിന്നെ അത് വേറൊരു ജോണർ എന്ന് പറയാം, വേറൊരു ടൈപ്പ് എന്ന് പറയാം, ഇതൊരു വേറെ ടൈപ്പ് എന്ന് പറയാം. പക്ഷെ ഇത് എനിക്ക് ഭയങ്കരമായിട്ട് കുറച്ചും കൂടി മേക്കിംഗ് ലെവൽ അന്യായമായിട്ടുണ്ട്. രോമാഞ്ചത്തിനെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ എല്ലാം കൊണ്ട് മുമ്പന്തിയിൽ നിൽക്കുന്ന ഒരു സിനിമ കൂടിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സിനിമ കൂടിയാണ്. ഫഹദ് ഫാസിൽ ഫാൻസിന് പിന്നെ ഒന്നും പറയേണ്ട ആവശ്യമില്ല, അവർ അഴിഞ്ഞാടി ഉണ്ടാവും. കാരണം ആളിതിൽ തകർത്തുണ്ട്. എല്ലാം കൊണ്ട് നല്ലൊരു സിനിമയാണ്. നിങ്ങൾക്ക് എന്തായാലും കണ്ടിരിക്കാൻ പറ്റുന്ന, എൻ്റർടൈനറായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന, വല്ല ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി തരുന്ന ഒരു സിനിമയാണ്. അപ്പോൾ നൈസ് പടം. അപ്പോൾ എല്ലാവരും പോയിട്ട് കാണാം. ഇപ്പം എടുത്ത് പറയാനായിട്ട് ഇതിലൊന്നുമില്ല, പിന്നെ കുറ്റം പറയാനായിട്ട് ഇതിലൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ റിവ്യൂ ചൊരിക്കുന്നത്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ മാക്സിമം പോയി കാണാം. എന്തായാലും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടു എന്നുള്ളൊരു നഷ്ടം എന്തായാലും വരില്ല. ഇത്ര നേരം വൈകി കണ്ടു എന്നുള്ളൊരു വിഷമം മാത്രമേ വരുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്കും എല്ലാവർക്കും ടേക്ക് കെയർ.